കോമ്പറ്റീഷൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. കോമ്പറ്റീഷൻ ചാനലിൻ്റെ ഉദ്ദേശത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് പറയാം. കോമ്പറ്റീഷൻ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC മറ്റ് പ്രധാനപ്പെട്ട ഏജൻസികൾ നടത്തുന്ന പരീക്ഷകളെല്ലാം 10ാം സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് അവർ +2 പോകും, +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയിലോട്ട് പോകും. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2നും ഡിഗ്രിക്കും പഠിക്കുമ്പോഴത്തേക്ക് അത്രയും നമ്മുടെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അടിസ്ഥാന ശാസ്ത്രമുണ്ട്, അടിസ്ഥാന ഗണിതമുണ്ട്. ഈ അടിസ്ഥാന ശാസ്ത്രവും ഗണിതവും അടിസ്ഥാന സാമൂഹ്യ ശാസ്ത്രമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മലയാളം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഗ്രാമറും ഈ വിഷയങ്ങളെല്ലാം പതുക്കെ നമ്മളെ ടച്ചിൽ നിന്നും മാറും. അങ്ങനെ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സാധാരണഗതിയിൽ വയസ്സ് 21 വയസ്സാവും. 21 വയസ്സാകുമ്പോഴത്തേക്ക് 5 വർഷത്തിന് മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നിരിക്കും. പിന്നെ നമ്മൾ ഒന്നേന്ന് PSC കോച്ചിങ് സെൻറ്ററിൽ പോവുക, പിന്നെ പഠിക്കുക, പിന്നെ പരീക്ഷ എഴുതുക, പിന്നെ രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നത് 28നും 30 വയസ്സിനിടയ്ക്കാണ്. അപ്പോൾ ഇത് ഒരു വലിയ ഗ്യാപ്പാണ്. 18 വയസ്സും 28 വയസ്സും തമ്മിൽ 10 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈ 10 വർഷത്തെ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ യങ് ഏജിൽ തന്നെ നമുക്ക് ജോലി കിട്ടും. യങ് ഏജിൽ തന്നെ ജോലി കിട്ടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഠിത്തം ഡിസ്റ്റൻസായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാവും, നമുക്ക് സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തരുന്ന പൈസയ്ക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സുഖം തോന്നും. നമ്മൾ പഠിക്കുകയല്ലേ, കുഴപ്പമില്ല, പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ പഠിത്തം ഒരു അറ്റത്തെത്തി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചോളൂ. പഠിക്കുന്നതിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PSCയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ട് PSC നോട്ടിഫൈ ചെയ്യുന്ന ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ അറിയിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതാം, പാസ്സാകാം, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയിലോട്ട് പോകാം. അപ്പോൾ പലരും വിചാരിക്കും ഞാനിപ്പോൾ എൻട്രൻസ് എഴുതാൻ പോകണം, ഞാൻ നീറ്റ് എഴുതാൻ പോകണം, ഞാൻ കീം എഴുതാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങൾ എഴുതിക്കൊള്ളൂ. ഇതൊരു വിഘാതമല്ല. ഇത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ വെച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറത്തെ പ്രോഗ്രാമാണ്. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് വരണോ? വേണ്ട. ഇത് നിങ്ങൾ വൺസ് നമ്മളെടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മളെ ഈ വെബ്സൈറ്റിൽ സബ്സ്ക്രൈബ് ചെയ്ത് വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 500 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങളുടെ ഇമെയിൽ ID നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ലിങ്ക് ആക്കി ഇട്ടുതരും. അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ റിപ്ലൈ ചെയ്താൽ ഈ ആഴ്ചത്തെ ലിങ്ക് നിങ്ങൾ അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇട്ട് തരേണ്ട കാര്യമുള്ളൂ. വെറുതെ ഇത് പൈലപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കൂടുന്നതല്ലാതെ അതിനകത്ത് പിന്നെ അത് ഡിലീറ്റ് ആയിപ്പോകും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ മെയിൽ ID തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PSCയുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, PSCയുടെ പരീക്ഷ എഴുതാം, നമുക്ക് ജോലി നേടാം. ജോലി നേടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നമ്മൾ തരാണ്. സാധാരണഗതിയിൽ 30-35 വയസ്സിലും കിട്ടുന്ന ജോലി നിങ്ങൾക്ക് 20 വയസ്സിനകത്ത് കിട്ടണമെങ്കിൽ ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കാണുക, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും, ഞങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. ശ്രദ്ധിക്കുക, ആദ്യത്തെ 500 പേർക്ക് മാത്രമാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ചാനലിലോട്ട് നമ്മൾ പ്രവേശനം കൊടുക്കുന്നത്. 2, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1, നിങ്ങൾക്ക് ഇതിൽ തരുന്ന ലോഗോ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം, QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ID അയക്കുക. ഫോൺ നമ്പർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അയക്കുക. കാര്യം നിങ്ങൾ ഇമെയിൽ ID നിങ്ങൾ ഫോൺ നമ്പർ അയക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരും ആ ഫോൺ നമ്പർ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ മെയിൽ ID ഇടുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവർ കാണുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കുക. അത് അങ്ങനെ ഇടാൻ താല്പര്യമില്ലെങ്കിൽ നേരിട്ട് വാട്സപ്പ് തരിക. ഈ വാട്സപ്പ് നമ്പർ 9387577250 എന്നാണ്. ഈ വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് കോൺഫിഡൻഷ്യലായിട്ട് ഇടാം. അല്ല നിങ്ങൾക്ക് മെയിൽ IDയും നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾക്ക് തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മളത് എടുക്കും. എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. നമ്മൾ കണ്ടാൽ ഉടനെ നമ്മൾ എടുത്ത ഉടനെ ഡിലീറ്റ് ചെയ്യും, നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഇത് നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ തരും. ആദ്യത്തെ 500 രജിസ്ട്രേഷൻ നമ്പർ മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.